അന്തരിച്ച ചലച്ചിത്ര നടൻ മോഹൻരാജിന്റെ സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ തറവാട് വീട്ടുവളപ്പിൽ നടക്കുകയാണ്. അരുൺ സോളമൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, കീരിക്കാടൻ ജോസ് എന്ന ഒറ്റ കഥാപാത്രം മാത്രം മതി നമുക്ക് ശ്രീ മോഹൻരാജിനെ ഓർത്തെടുക്കാൻ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു വീട്ടുവളപ്പിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തിമോപചാരം അർപ്പിക്കാൻ ആരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്? വിനീത, കഴിഞ്ഞ ദിവസമാണ് നടൻ കീരിക്കാടൻ ജോസിൻ്റെ അന്ത്യം കാഞ്ഞിരംകുളത്ത് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കാഞ്ഞിരംകുളത്തെ തറവാട്ട് വീട്ടിലെ വീട്ടുവളപ്പിലാണിപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇതിനോടകം തന്നെ സമൂഹത്തിലെ ഇതര രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവായിട്ടുള്ള ശക്തൻ, അതുപോലെ തന്നെ BJP നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് സുരേഷ് അടക്കമുള്ളവർ ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അടക്കം നടൻ സുരേഷ് ഗോപി അടക്കമുള്ള സിനിമാ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും ഇവിടെ വന്നു പോയിരുന്നു. എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ 5 മണിക്കാണ് ആരംഭിക്കുമെന്നുള്ളത് നേരത്തെ മുന്നറിയിപ്പ് തന്നിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ മകൾ അടക്കമുള്ളവരുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് ആയിരങ്ങളാണ് എന്തായാലും ഈ കാഞ്ഞിരംകുളത്തെ വീട്ടുവളപ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മലയാള സിനിമയിൽ വില്ലൻ സങ്കല്പങ്ങൾ, മലയാളികളുടെയും അതുപോലെ തന്നെ ചലച്ചിത്ര ലോകത്തും വില്ലൻ സങ്കല്പങ്ങളെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ ഒരു മാനം നൽകിയ ഒരു നടൻ തന്നെയാണ് മോഹൻരാജ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ കീരിക്കാടൻ ജോസ്. ഒരുപക്ഷെ ഒരു യഥാർത്ഥ പേര് മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്വന്തം ആ കഥാപാത്രമായി പിന്നെ ഒരു നീണ്ടകാലം ജീവിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് ശരിക്കും മോഹൻരാജ്. അതുതന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഇതിനോടകം തന്നെ അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച ആദ്യത്തെയും രണ്ടാമത്തെയും സിനിമയിൽ അഭിനയിച്ച മോഹൻലാൽ അടക്കമുള്ളവർ അതുതന്നെയാണ് സൂചിപ്പിച്ചതും. എന്തായാലും മലയാളത്തിലും അതുപോലെ തന്നെ തമിഴിലും അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നത് തമിഴ് സിനിമ കഴുമലൈ കള്ളൻ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. അദ്ദേഹം വെള്ളിത്തിരയിൽ ആദ്യമായി എത്തുന്നത്. തൊട്ടടുത്ത് തന്നെ അദ്ദേഹം മലയാള സിനിമ മൂന്നാം മുറയിലൂടെ അദ്ദേഹം മലയാള സിനിമാ ലോകത്ത് എത്തുന്നു. SN സ്വാമിയുടെ K. മധു സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് അദ്ദേഹം ഒരു നിരവധി ഗുണ്ടാവേഷങ്ങളിലൂടെ ഒരു വില്ലനായിട്ട് അദ്ദേഹം ആ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തായാലും തൊട്ടടുത്ത സിനിമ CB മലയിലിൻ്റെ സംവിധാനത്തിൽ ലോഹി സ്ക്രിപ്റ്റിൽ എത്തിയ സിനിമയാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം ഒരു എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. നീണ്ടകാലം ആ ഒരു ജോലിയിൽ നിന്നും മാറി പിന്നെ ഒരു നീണ്ടകാലം മലയാള ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന ഒക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഒട്ടനവധി കഥാപാത്രങ്ങൾ നമുക്ക് ഇന്നും ഓർമ്മയിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുതന്നെയാണ് മൂന്നാം മുറയിലൂടെയാണ് മോഹൻരാജ് സിനിമയിലെത്തുന്നത്. പിന്നീട് കിരീടം, ചെങ്കോൽ, ആറാം തമ്പുരാൻ, നരസിംഹം തുടങ്ങി എത്രയെത്ര സിനിമകളാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തെ കുടുംബ വീട്ടുവളപ്പിൽ നടക്കുകയാണ്. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.